Hi friends, we will unbox Redmi K20 K20 carbon black version. Carbon black 6GB, 64GB. The specification is 48MP rear camera, the triple camera setup, 20MP pop-up selfie camera, 730 Snapdragon 730 processor, OLED display. Fingerprint in-screen fingerprint. There are 3 lenses, wide angle, ultra wide angle, telephoto. 3 lenses. Dual SIM ആണ് അത് 2 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ 6.39 ഇഞ്ച് ഡിസ്പ്ലേ 4000 mAh ബാറ്ററി 6GB 64GB ആണ് ഇതിന്റെ മെമ്മറി വരുന്നത് ഓക്കേ നമുക്ക് ഇന്ന് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഓക്കേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം ഓക്കേ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വേറൊരു ചെറിയൊരു ബോക്സും കൂടെ കാണാം അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിൽ വരുന്ന ഒരു ബാക്ക് കേസാണ് വരുന്നത് ഒരു ബ്ലാക്ക് ഒരു മാറ്റ് ഫിനിഷോട് കൂടി ഒരു ബാക്ക് കേസാണ് വരുന്നത് ഇത് ഹാർഡ് കേസാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം പിന്നെ അതിൽ ഒരു സിം എജക്ടർ ടൂള് പിന്നെ അതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി ഇൻഫർമേഷനുമാണ് അതിനകത്ത് വരുന്നത് പിന്നെ നമ്മുടെ ഹാൻഡ് സെറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ ഹാൻഡ് സെറ്റ് ഇത് കാർബൺ ബ്ലാക്ക് ആണ് ഇപ്പോൾ ക്യാമറയുടെ ഒരു റെഡ് റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ ഒരു റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ വരുന്നതിൻ്റെ USB കേബിളാണ് USB Type C ആണ് വരുന്നത് USB Type C കേബിളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ട്രാവൽ ചാർജർ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഓറിയോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഒരു പവർ ബട്ടൺ കാണാം ഇതൊരു റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു വോളിയംസിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇത്രയും സാധനങ്ങളാണ് റൈറ്റ് സൈഡിലുള്ളത് പിന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ വരാൻ നേരത്തെ ഒരു 3.5mm ഓഡിയോ ജാക്ക് പിന്നെ ഒരു സെക്കൻഡറി ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷനിലേക്ക് പിന്നെ പോപ്പപ്പ് സ്വിച്ച് ഇത്രയാണ് ടോപ്പ് സൈഡിൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ IR ബ്ലാസ്റ്ററിനകത്ത് മിസ്സിംഗ് ആണ് IR ബ്ലാസ്റ്റർ ഈ സെറ്റിൽ അവൈലബിൾ പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരാൻ നേരത്ത് കീസ് ഒന്നുമില്ല പിന്നെ ബോട്ടം സൈഡിൽ വരാൻ നേരത്തെ ഒരു സിംഗിളായിട്ടുള്ളൊരു സ്പീക്കർ ഗ്രില്ല് കാണാം പിന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ചാർജിങ് പോർട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ട് പിന്നെ സിം ട്രേ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബോട്ടം സൈഡിലായിട്ട് വരുന്നത് പിന്നെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് പിന്നെ അതിൻ്റെ ഫ്ലാഷും കാണാം പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ അത് സ്ക്രീനിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഓവർവ്യൂ ഇതാണ് നമ്മുടെ ഹാൻഡ് സെറ്റ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേ വരുന്നത് OLED ഡിസ്പ്ലേ ആണ് വരുന്നത് 6.39 ഇഞ്ച് OLED ഡിസ്പ്ലേ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇപ്പോൾ എൻ്റെ പോപ്പ് സെൽഫി അതുകൊണ്ട് തന്നെ നോച്ചും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്നാപ്ഡ്രാഗൺ 730 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് അത് തന്നെ 2.2 GHz ആണ് വരുന്നത് അത് 2.2 GHz അപ്പോൾ അതിനകത്ത് 2.2 GHz ഉള്ള 2 ഗോൾഡ് കോറുകളും 1.8 GHz ഉള്ള 8 സിൽവർ കോറുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ GPU വരുന്നത് ആൻറ്റിനോ 618 ആണ് ഇതിൻ്റെ GPU വരുന്നത് പിന്നെ 64GB 6GB റാം വെർഷനാണ് ഇപ്പം 64GB ആണ് ഇതിൻ്റെ ഇൻബിൽറ്റ് മെമ്മറി അതിനകത്ത് നമുക്ക് 52.23 GB നമുക്ക് യൂസർ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇത് മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ മെമ്മറി കൂടുതൽ ആവശ്യമുള്ളവരിൻ്റെ കൂടിവശം 128 256 നമുക്ക് മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് ആൻഡ്രോയിഡ് 9 ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് സെറ്റ് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് OLED ഡിസ്പ്ലേ ആണ് വരുന്നത് 6.39 ഇഞ്ച് OLED ഡിസ്പ്ലേ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇപ്പോൾ അതിൻ്റെ പോപ്പ് സെൽഫി അതുകൊണ്ട് തന്നെ നോച്ചും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്നാപ്ഡ്രാഗൺ 730 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് അത് തന്നെ 2.2 GHz ആണ് വരുന്നത് അത് 2.2 GHz അപ്പോൾ അതിനകത്ത് 2.2 GHz ഉള്ള 2 ഗോൾഡ് കോറുകളും 1.8 GHz ഉള്ള 8 സിൽവർ കോറുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ GPU വരുന്നത് ആൻറ്റിനോ 618 ആണ് ഇതിൻ്റെ GPU വരുന്നത് പിന്നെ 64GB 6GB റാം വെർഷനാണ് അപ്പോൾ 64GB ആണ് ഇതിൻ്റെ ഇൻബിൽറ്റ് മെമ്മറി അതിനകത്ത് നമുക്ക് 52.23 GB നമുക്ക് യൂസർ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇത് മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യത്തില്ല
അതുകൊണ്ട് തന്നെ മെമ്മറി കൂടുതൽ ആവശ്യമുള്ളവർ ഇതിൻ്റെ കൂടി 128 256 വാങ്ങേണ്ടതാണ്. അപ്പോൾ നമുക്ക് മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് ആൻഡ്രോയിഡ് 9 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാമറ UI നോക്കുവാണെങ്കിൽ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ മോഡുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മുടെ സ്റ്റാറ്റസൊക്കെ അപ്ഡേഷൻ കാര്യങ്ങൾ ഷോർട്ട് വീഡിയോ. പിന്നെ സ്ലോമോ വീഡിയോ നമുക്ക് 960 ഫ്രെയിം പെർ സെക്കൻഡ് വരെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ വീഡിയോ നമുക്ക് 4K വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നോർമൽ ഫോട്ടോ മോഡ്, അതിൽ തന്നെ നമുക്ക് 3 ഇതിലുണ്ട്. ഒന്ന് 0.6 വൈഡ്, പിന്നെ 1x, പിന്നെ 2x, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് 3 മോഡുണ്ട്. പക്ഷേ 3 വൈഡ് ആംഗിൾ നോർമൽ, പിന്നെ 2x സൂം, പിന്നെ വരുന്നത് 48 MB ക്യാമറ, പിന്നെ പോർട്രേറ്റ് മോഡ്, പിന്നെ നൈറ്റ് മോഡ്, പാനോരമ, പിന്നെ പ്രോ മോഡിലാണ് നമുക്ക് ഇത് മാനുവലായിട്ട് വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ വരുന്നത് ഇതിൻ്റെ സെൽഫിയാണ്. 20 മെഗാപിക്സൽ ഒരു സെൽഫി ക്യാമറയും കൊടുക്കുന്നത്. അതായത് ഒരു പോപ്പപ്പ് സെൽഫിയാണ് വരുന്നത്. ഓപ്പൺ ആകുമ്പോൾ തന്നെ ഒരു റെഡ് കളറിൽ ഒരു ലൈറ്റൊക്കെ തന്നെയാണ് സെൽഫി ക്യാമറ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇൻസ്ക്രീൻ ഫിംഗർ പ്രിൻ്റാണ്. ഓക്കെ, ജസ്റ്റ് ഫിംഗർ പ്രിൻ്റ് ആക്കാമെന്ന് നോക്കാം. പിന്നെ സിമ്മൊന്നും ജസ്റ്റ് എജക്റ്റ് ചെയ്ത് നോക്കാൻ ഇത് ഡബിൾ സിമ്മാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സിം ട്രേ. ഇതിനകത്ത് സിമ്മ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെമ്മറി കാർഡ് സിം 2 സിമ്മ് നമുക്ക് യൂസ് ചെയ്യാം.